പൊടിക്കൈ ജലാറ്റിൻ സ്റ്റിക്ക് ഊണുകൊള്ളാം പറ്റില്ല എഴുതിയത്. ഓവർ കീഴോട്ടുകരയിൽ ബോംബ് ഭീഷണിയുണ്ട്. സംശയാസ്പദമായ ആരെ കണ്ടാലും പൊക്കിക്കോ. ഓവർ പണിയായല്ലേ. എടോ സഹദേവ, തീവ്രവാദി എന്ന് കണ്ടാ തോന്നുന്നവരെ ഒക്കെ പൊക്കിക്കോളാനാ ഓർഡർ. അതെയോ, ഓർത്തിട്ട് പേടിയാകുന്നു. സാറേ, ആ കേൾക്കുന്നത് ഏതോ തീവ്രവാദികളുടെ ദേശീയ ഗാനമല്ലേ? നിൽക്കണോട്. നീ ആരാ? എവിടുന്ന് വരുന്നത്? എങ്ങോട്ട് കൊണ്ടാ? അയ്യോ സാറേ, എന്ന് മനസ്സിലായില്ലേ? ഇത് ഞാൻ അറപ്പായി, കർഷക സമിതി പ്രസിഡന്റ്. കർഷക സമിതിയോ? അപ്പൊ മാവോയിസ്റ്റാ? സഹദേവ, പണി തുടങ്ങിക്കോ. അയ്യോ സാറേ, ജലാറ്റിൻ സ്റ്റിക്ക്. ഇവൻ തീവ്രവാദി തന്നെ. അത് ജലാറ്റിൻ സ്റ്റിക്ക് ഒന്നും അല്ല സാറന്മാരെ, മെഴുകുതിരിയാ. ഇക്കണക്കിന് ഞാൻ അപ്പന്റെ പഴയ കാലം കൂടെ എടുത്തോണ്ട് വന്നിരുന്നേക്കോ മരി മിസൈലെന്നും പറഞ്ഞ എന്നെ പിടിച്ച് പഞ്ചിപ്പാലും ഉപ്പിച്ച് കളഞ്ഞ സാറേ. പൊടിക്കൈ അമൃത ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ഫ്രൂട്ട്സും ഇതിലുണ്ട്. കൊടിയൂരും ശബരി. മീര ജാസ്മിൻ പറയുന്നത് എന്താണെന്ന് SMS അയക്കൂ. 1,00,000 രൂപ ക്യാഷ് പ്രൈസ്. VKC Pride വൈദ്യരത്നം ഔഷധശാല, ആയുർവേദത്തിന്റെ ഈറ്റില്ലം. നികുതി കുടിശ്ശികയുടെ കാര്യം ഇനി മറന്നേക്കൂ. നികുതി കുടിശ്ശിക നിവാരണ പദ്ധതി 2008 വാണിജ്യ നികുതി കാര്യാലയം, കേരള സർക്കാർ. ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ്, the world's first jewelry group with BIS and ISO certification for quality. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം. ഗ്രാനൈറ്റ് 100-ൽ പരം കളറിലും ഡിസൈനിലും. ന്യൂ രാജസ്ഥാൻ മാർബിൾസ്, തിരുവനന്തപുരം, ചേർത്തല, കൊട്ടിയം, ചിറയൻകീഴ്. ബീജിംഗിൽ ആദ്യ സ്വർണം ചെക്ക് റിപ്പബ്ലിക്കിന്റെ കാതറിന ഇമോൺസിന്. മെഡൽ 10 മീറ്റർ എയർ റൈഫിളിൽ. ചൈനയ്ക്ക് ആദ്യ സ്വർണം ചെൻസിയയിലൂടെ. ഇന്ത്യയ്ക്ക് തുടക്കത്തിലെ തിരിച്ചടി. അഞ്ജലി ഭാഗവതും അവനിത് കൌറും തോംബിക്കെ ദേവിയും പുറത്ത്. മുൻ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയില്ല. ടിയു കുരുവിളക്കെതിരായ രാജകുമാരി ഭൂമി ഇടപാട് കേസിൽ ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷന്റെ സിറ്റിംഗ് വീണ്ടും മാറ്റിവെച്ചു. അമർനാഥ് ക്ഷേത്ര പ്രശ്നത്തിൽ പരിഹാരം തേടി ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ജമ്മുവിൽ സന്ദർശനം തുടങ്ങി. ഫാറൂഖ് അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും സെയ്ഫുദ്ദീൻ സോസും മാറി നിന്നാൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമർനാഥ് സംഘർഷ് സമിതി. നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന്. 57 വള്ളങ്ങൾ മത്സരത്തിനിറങ്ങും. കാറ്റിൽ നിന്ന് വൈദ്യുതി. അട്ടപ്പാടിയിൽ സ്വകാര്യ കമ്പനി നടപ്പിലാക്കുന്ന പദ്ധതി അനിശ്ചിതത്വത്തിൽ. വാർത്തകൾ വിശദമായി. ഉദ്ഘാടന ചടങ്ങിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം ബീജിംഗ് ഒളിമ്പിക്സ് മത്സരച്ചൂടിലേക്ക് കടന്നുകഴിഞ്ഞു. ഒളിമ്പിക്സ് വിശേഷങ്ങളിലേക്ക്. ഒളിമ്പിക്സ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ചെക്ക് റിപ്പബ്ലിക് സ്വന്തമാക്കി. ചെക്കിന്റെ കാതറിന ഇമോൺസാണ് സ്വർണം നേടിയത്. 10 മീറ്റർ എയർ റൈഫിൾസിലാണ് കാതറിന സ്വർണം നേടിയത്. ചൈനയുടെ ഡു ലീക്ക് 5ാം സ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ.
ഒളിമ്പിക്സിൽ ആതിഥേയരായ ചൈനയ്ക്ക് ആദ്യ സ്വർണം വെയ്റ്റ് ലിഫ്റ്റിംഗിലൂടെ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ ചെൻസിയെയാണ് സ്വർണം നേടിയത്. 212 കിലോഗ്രാമാണ് മത്സരത്തിൽ ആകെ ഇവർ ഉയർത്തിയത്. ബീജിംഗിൽ ഇന്ത്യയുടെ തുടക്കം നിരാശയുടേതായി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിംഗിൽ ഇന്ത്യയുടെ അഞ്ജലി ഭഗവതും അവനീത് കൌറും ഫൈനൽ കാണാതെ പുറത്തായി. ഈ ഇനത്തിൽ പുരുഷന്മാരുടെ മത്സരത്തിൽ ഇന്ത്യയുടെ സമരേഷ് ജംഗും പുറത്തായി. സമരേഷ് 42ാം സ്ഥാനത്താണ് എത്തിയത്. 48 കിലോഗ്രാം വനിതകളുടെ ജൂഡോയിൽ തോംബിക്കെ ദേവിയും പുറത്തായി. പോർച്ചുഗലിന്റെ അന്നയോടാണ് തോംബിക്കെ ദേവി തോറ്റത്. അമ്പെയ്ത്തിലും ഇന്ത്യയുടെ പ്രകടനം മോശമായി. വനിതകളുടെ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ ഡോള ബാനർജിയും ബൊംബെയിലോ ദേവിയും അയോഗ്യത നേടാതെ പുറത്തായി. ഡോളയ്ക്ക് 31ാം സ്ഥാനവും ബൊംബെയില 22ാം സ്ഥാനവുമാണ് നേടിയത്. ഒളിമ്പിക്സ് ആദ്യ ദിനത്തിന്റെ വിലയിരുത്തലുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും മഹേഷ് മുരളീധരൻ നമ്മോടൊപ്പമുണ്ട്. മഹേഷ്, ഇന്ത്യയുടെ ആദ്യത്തെ ദിനം മോശമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതൊക്കെ മത്സരങ്ങളാണ് ഇതുവരെ നടന്നത്? ഇനി ഏതൊക്കെ മത്സരങ്ങൾ നടക്കും? സ്വപ്ന, ഇന്ന് ആദ്യ ദിവസത്തെ മത്സരം വിലയിരുത്തിയാൽ ശ്രദ്ധേയമാവുന്നത് ആദ്യ സ്വർണത്തിന്റെ കാര്യത്തിൽ ചൈനയ്ക്കേറ്റ തിരിച്ചടി തന്നെയായിരുന്നു. ഇന്ന് ആദ്യ സ്വർണം സ്വന്തമാക്കാൻ ചൈന മത്സര ക്രമത്തിൽ വരെ മാറ്റങ്ങൾ വരുത്തി മാസങ്ങളായി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇന്ന് ആദ്യ മത്സരം വരുന്നത് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിലായിരുന്നു. ഈ ഇനത്തിൽ ചൈന തങ്ങളുടെ ഡു ലീയിലായിരുന്നു അവർക്ക് മെഡൽ പ്രതീക്ഷ. എന്നാൽ ഇന്ന് ലീക്ക് 5ാം സ്ഥാനത്ത് മാത്രമാണ് ഫിനിഷ് ചെയ്യാനായത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ കാതറീന എമോൺസ് ആയിരുന്നു ഈ ഇനത്തിൽ സ്വർണം നേടിയത്. കാതറീന കഴിഞ്ഞ ഏതൻസ് ഒളിമ്പിക്സിൽ ഡു ലീ ആയിരുന്നു ഈ ഇനത്തിൽ സ്വർണം നേടിയത്. അതുകൊണ്ട് കാതറീനയ്ക്ക് വെങ്കലം മാത്രമായിരുന്നു അന്ന് നേടാനായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലൂടെ ഏതൻസ് ഒളിമ്പിക്സിലായിട്ട് തന്റെ പരാജയത്തിന് ഒരു മധുരം പ്രതികാരം കൂടിയായിരുന്നു ഇന്ന് കാതറീന എമൻസിന്റേത്. മറ്റൊന്ന്, ഇന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇന്ത്യയെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ ഒരു തുടക്കം തന്നെയായിരുന്നു. ഇന്ന് മത്സരങ്ങൾ തുടങ്ങുമ്പോൾ ഇന്ത്യൻ ആരാധകർ ഏവരും ഉറ്റുനോക്കിയത് ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് തന്നെയായിരുന്നു. ഷൂട്ടിംഗിൽ ഇന്ന് ഇന്ത്യക്ക് ആകെ 3 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 3 ഇനങ്ങളിൽ 2ലും ഇന്ന് ഇന്ത്യൻ താരങ്ങൾ ഫൈനൽ കാണാതെ പുറത്തായി. ഇന്ന് പുരുഷ വനിതാ വിഭാഗം 10 മീറ്റർ എയർ റൈഫിളായിരുന്നു ഇന്ത്യക്ക് പ്രധാനമായും മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൽ വനിതാ വിഭാഗത്തിൽ അഞ്ജലി ഭാഗവത്തും അവനീത് കൌറുമായിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. ഇതിൽ ആകെ 49 പേർ മത്സരിച്ച ഈ വനിതകളുടെ വിഭാഗത്തിൽ അഞ്ജലിക്ക് 29ാം സ്ഥാനവും അവനീത് കൌറിന് 39ാം സ്ഥാനവും മാത്രമാണ് നേടാനായത്. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സമരേഷ് ജംഗ് ആയിരുന്നു. സമരേഷ് ജംഗ് നമുക്കറിയാം കഴിഞ്ഞ നിറയെ സ്വർണ്ണങ്ങളുമായി കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിന്റെ താരമായി വരെ തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും തന്റെ പതിവ് ഫോം ആവർത്തിക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമരേഷ് ജംഗും ഈ ഇനത്തിൽ ഫൈനൽ കാണാതെ പുറത്തായി. ഈ ഇനത്തിൽ ഇന്ന് ഏക ആശ്വാസമാകുന്നത് ട്രാപ്പ് വിഭാഗത്തിൽ ഷൂട്ടിംഗിന്റെ ട്രാപ്പ് വിഭാഗത്തിൽ ഇന്ത്യൻ താരങ്ങൾ നടത്തിയ മുന്നേറ്റം മാത്രമാണ്. മൻഷേർ സിംഗും മാനവ്ജിത്തും ഇന്ന് ഈ ഇനത്തിൽ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 25 പോയിന്റും നേടി പെർഫെക്റ്റ് ഷൂട്ടുമായാണ് മൻഷേർ ഈ ഇനത്തിൽ ഫൈനലിൽ യോഗ്യത നേടിയിട്ടുള്ളത്. 23 പോയിന്റുമായി അട്ടാണ് മാനവ്ജിത്ത് നാളെ നടക്കുന്ന ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. നമുക്കറിയാം തന്റെ 4ാം ഒളിമ്പിക്സ് കളിക്കുന്ന മൻഷേർ സിംഗ് ഇന്ത്യൻ ഷൂട്ടിംഗ് സംഘത്തിലെ വെറ്ററൻ താരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിചയസമ്പത്ത് അദ്ദേഹത്തിന് വിലയിരുത്താനായാൽ തീർച്ചയായും നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യക്ക് പ്രതീക്ഷയർപ്പിക്കാം. സ്വപ്ന. നന്ദി മഹേഷ്. ഇന്നലെ ബീജിംഗിൽ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞപ്പോൾ അത്ഭുതങ്ങളുടെ കലവറയാണ് ലോകം കണ്ടത്. 10,000-ഓളം കലാകാരന്മാരാണ് പ്രധാന വേദിയായ കിളിക്കൂട് സ്റ്റേഡിയത്തിൽ വിസ്മയങ്ങൾ തീർക്കാൻ അണിനിരുന്നത്. പട്ടിന്റെ നിർമ്മാണ രഹസ്യം കൊല്ലങ്ങളോളം കാത്ത ചൈന ഉദ്ഘാടന ചടങ്ങിന്റെ തിളക്കവും നേരിൽ കാണും വരെ ആരും കാണാതെ സൂക്ഷിച്ചു. വേദിയിൽ എത്തിയ കലാകാരന്മാർ വേഗം കൊണ്ടും താളം കൊണ്ടും അത്ഭുതപ്പെടുത്തി. പ്രകടനത്തിന് ആധുനിക സാങ്കേതിക വിദ്യകൾ പിൻബലമേകി. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ഉദ്ഘാടന പരിപാടിയാണ് ലോകം കണ്ടത്.